സ്വർഗം ആഗ്രഹിക്കാത്തവരുണ്ടാവാം. സ്വർഗം ആഗ്രഹിക്കാത്തവര് മാത്രല്ല, നരകം പേടിക്കാത്തവനും ഉണ്ടാകാം. നരകം പേടിക്കാത്തവനുമുണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിചയപ്പെട്ടതുപോലെ ഔലിയയെ നരകം പേടില്ലാത്ത ഔലുണ്ട്. പറയട്ടെ, കാസിമി തന്നെ പറയട്ടെ, ശ്രദ്ധിക്കുക നിങ്ങൾ. ഖുർആൻ ഹദീസിന്റെ മഹാഗ്രന്ഥം മലയാളത്തിൽ കവിതയാക്കി സഫീനത്ത് മാല എന്നൊരു പേര് കൊടുത്തു. അതാണ് പിന്നീട് ആ മാല ഒരു പ്രത്യേക രീതിയിലായിരുന്നു. അതാണ് പിന്നീട് രീതി കപ്പപ്പാട്ട് അസ്ലുഹു കപ്പൽപ്പാട്ട്, കപ്പൽപ്പാട്ട് അതിൽ അസ്ലുഹു സഫീനത്ത് മാല. ആരാ മുസന്നിഫ്? അതിന്റെ കൂടെ ഇല്ല. കപ്പപ്പാട്ട് എന്ന് പറഞ്ഞാൽ പൂളപ്പാട്ട് എന്നതിന്റെ അർത്ഥം. കപ്പപ്പാട്ട് അസ്ലുഹു കപ്പൽപ്പാട്ട്, കപ്പൽപ്പാട്ട് അസ്ലുഹു സഫീനത്ത് മാല. ആരാ സഫീനത്ത് മാല ഉണ്ടാക്കിയത്? വലിയ ആലിമ, വലിയ ആളാ. എന്റെ സ്ഥലത്തോട് പറഞ്ഞിട്ടുണ്ട്, ആർക്കും അള്ളഹാനോട് പറയും, പക്ഷെ നരകൊന്നും എനിക്ക് അത്ര വലിയ ഓടിയൊന്നുമില്ല. എനിക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ് എന്റെ താല്പര്യം. പിന്നെ ഞാൻ നരകത്ത് പോയി കിടന്നാല് ആ മാവിലായിക്കാര് തീയന്മാര് പറയും, ഇതൊക്കെ പറഞ്ഞ് നിസ്കരിച്ച് മുൻപോറ്റിറങ്ങിയ മൂലിരാപ്പളി നമ്മളെ കൂട്ടത്തിൽ തന്നെ നടന്നല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മോശം നാലായിരമുള്ള പറഞ്ഞവർക്കുള്ള മോശമാണ്. ഇനി സൗകര്യം പോലെ ചെയ്താളാ എന്ന് പറയും. അവിടെ എന്താ മോശം? എനിക്ക് നരകം, എന്റെ പ്രശ്നം എന്നെ ആരാധിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. എനിക്ക് എന്നെ ആരാധിക്കണം എന്നാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഞാൻ നരകത്തിൽ കിടന്നാൽ പ്രശ്നം എന്താണെന്നറിയോ? ഈ ലായിലാലിലൊക്കെ പറഞ്ഞ മൂല്യരാപ്പളിയും നമ്മൾ ഈ കൂടെ തന്നെ വന്നല്ലോ എന്ന് മാവിലായിക്കാര് തീയന്മാര് പറയും. അപ്പൊ അത് ലായിലാലിലൊക്കെ ഒരു മോശം ഉണ്ടാവും. എനിക്കത്ര ഒരു മോശമില്ല. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. അതാണ് കുഞ്ഞായി മുസ്ലിയാരുടെ പേര് പറഞ്ഞാൽ ഉടനെ അടുത്ത വാക്ക് മങ്ങാട്ടച്ചൻ. മങ്ങാട്ടച്ചൻ മരണം വരെ മുസ്ലിമായിട്ടില്ല. എന്നിട്ട് ഞാൻ കണ്ടു. അപ്പൊ എന്താ ഇസ്ലാമിക പ്രമാണങ്ങള് തള്ളിക്കളഞ്ഞുകൊണ്ടല്ലാതെ എങ്ങനെയാണ് മനുഷ്യനെ പറയാൻ കഴിയുക? കുഞ്ഞായി മുസ്ലിയാർ നരകത്തിനെ പേടിച്ചിട്ടില്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മങ്ങാട്ടച്ചൻ മുസ്ലിം ആകാത്തതും. മരണം വരെ ഒപ്പം നിന്നിട്ട് മങ്ങാട്ടച്ചൻ മുസ്ലിം ആയില്ല. എന്താ കാരണം? മോതിരാപ്പൾക്ക് നരകം പേടില്ല, പരലോകം പേടില്ല. അപ്പൊ പിന്നെ ജീവിതം കണ്ടാൽ നമുക്കറിയാലോ. അപ്പൊ മറ്റൊരാളെ മുസ്ലിമാണ് കാണുന്നത് രണ്ടൊന്നും തന്നെയാണ്. ഞാൻ എന്തിനാ വെറുതെ കണ്ടു പോണ്? അപ്പൊ നരകത്തിന് പേടിച്ചിട്ടില്ല. എന്താ, ഞാൻ നരകത്തിൽ പോയാല് മറ്റുള്ള മതക്കാര് പറയില്ലേ മുസ്ലിയാരാപ്പണി നമ്മളിപ്പോ നരകത്തിൽ തന്നെയാണ്, അതൊരു മോശമല്ല, അതുകൊണ്ടല്ല നരകം പേടിച്ചിട്ടൊന്നുമില്ല. എന്താണ് സഹോദരങ്ങൾ ഈ കേൾക്കുന്നത്? റഹ്മത്തുള്ളാഹി ഖാസിമി, അധോഗതിയാണ് നമ്മൾ ഈ കാണുന്നത്.